ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം എക്കണോമിക്സിന്റെ ബേസിക്സ് വരെയാണ് കംപ്ലീറ്റ് ആക്കി നിർത്തിയത്. ആൻഡ് നമുക്ക് അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. അപ്പോ എന്തിനാണ് നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്? നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? ഇതിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ എക്കണോമിക് ഡേറ്റ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ പഠിച്ചു ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട് അല്ലെ? നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്കണോമിക് പ്രോബ്ലംസ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ എക്കണോമിക് പ്രോബ്ലംസ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എക്കണോമിക് ഡേറ്റ വേണം. ഇപ്പൊ എന്തൊരു പ്രശ്നം ആയിക്കോട്ടെ, എന്തൊരു കാര്യവും പരിഹരിക്കാൻ നമുക്ക് നിർബന്ധമായിട്ടും ആദ്യം വേണ്ടത് ഡേറ്റയാണ്. ഓക്കെ, സോ എക്കണോമിക്കലി നമ്മൾ കളക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്റ്റുകളെയാണ്, കുറച്ച് സത്യങ്ങളെയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എക്കണോമിക് ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എക്കണോമിക്സിൽ നമ്മൾ സ്റ്റാറ്റ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എക്കണോമിക് ഡേറ്റ എക്കണോമിക് ഡേറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് എക്കണോമിക് ഡേറ്റ വേണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എക്കണോമിക് ഡേറ്റ വേണം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെ എക്കണോമിക് ഡേറ്റ കിട്ടിയാൽ നമ്മൾ അടുത്ത കടമ്പ എന്താണ്? അടുത്തത് മറ്റൊന്നുമില്ല, നമ്മൾ ആ എക്കണോമിക് ഡേറ്റ ഉപയോഗിച്ച് പോളിസീസ് ഉണ്ടാക്കും. നമ്മള് ആ എക്കണോമിക് ഡേറ്റ ഉപയോഗിച്ച് പോളിസീസ് ഉണ്ടാക്കും. ആ പോളിസീസ് ഉണ്ടെങ്കിൽ ഏത് എക്കണോമിക് പ്രോബ്ലത്തെയും നമുക്ക് പരിഹരിച്ചൂടെ? അപ്പോ എക്കണോമിക് ഡേറ്റ വേണം അല്ലെ? ഇപ്പൊ എക്കണോമിക് ഡേറ്റ വേണമെങ്കിൽ നമ്മൾ എക്കണോമിക്കലി പോയി കുറച്ച് ഫാക്റ്റുകൾ കളക്ട് ചെയ്യുന്നു. കുറച്ച് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ സെൻസസ് നടക്കും. ഇനിയിപ്പോ ഉടനെ സെൻസസ് ഉണ്ടാവും. ആ സെൻസസ് ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിൽ കുറെ പേര് വന്നിട്ട് നിങ്ങൾക്ക് എത്ര വയസ്സായി, നിങ്ങളുടെ പേരെന്താണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ആ ഒരു ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി സ്റ്റാറ്റിൽ അങ്ങോട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ കളക്ഷൻ ഓഫ് ഡേറ്റയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഇത് മനസ്സിലാക്കുക. നമുക്ക് ഏതൊരു പ്രശ്നത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും ആദ്യം ആ പ്രശ്നത്തെ കുറിച്ചുള്ള ഡേറ്റ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഡേറ്റയാണ് നമ്മൾ എക്കണോമിക് ഡേറ്റ. ഇവിടെ നമ്മൾ എക്കണോമിക്സ് ആണല്ലോ പഠിക്കുന്നത്. അപ്പം എക്കണോമിക് ഡേറ്റ നമുക്ക് ആവശ്യമാണ്. ഇനി ആ എക്കണോമിക് ഡേറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പോളിസീസ് ഉണ്ടാക്കുന്നത് ആ എക്കണോമിക് ഡേറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ പോളിസീസ് ഉണ്ടാക്കി ആ പോളിസീസ് ആണ് പിന്നെ സൊല്യൂഷൻസ് നമുക്ക് തരുന്നത്. അപ്പം ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എക്കണോമിക് ഡേറ്റ വേണം. ഈ എക്കണോമിക് ഡേറ്റ പിന്നീട് അത് ഉപയോഗിച്ച് നമ്മൾ പോളിസീസ് ഉണ്ടാക്കുന്നു. ആ പോളിസീസ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കാണുന്നു. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എക്കണോമിക്സിൽ സ്റ്റാറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അതിലൂടെ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം നമുക്ക് എക്കണോമിക് ഡേറ്റ വേണം. ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ പോളിസികൾ ഉണ്ടാക്കുന്നു. ആ പോളിസീസ് ഉപയോഗിച്ച് നമ്മൾ പ്രശ്നങ്ങൾക്ക്, എക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കാണുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ദ എക്കണോമിക്സ് ഇൻ വേരിയസ് വേസ്, സൈറ്റ് 3 ഇൻസ്റ്റൻസസ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്ന ആൻസർ നമുക്ക് ഇതായിട്ട് എടുക്കാം. ഓക്കെ, ഇത്രയൊരു ഭാഗം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. സോ നമുക്ക് എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ നമുക്ക് എക്കണോമിക് ഡേറ്റ ആവശ്യമാണ്. ആ എക്കണോമിക് ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ പോളിസികൾ ഉണ്ടാക്കുന്നു. ആ പോളിസികൾ ഉപയോഗിച്ച് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഓക്കെ, അപ്പൊ പോളിസികളും ഡേറ്റയും അങ്ങനെ മാറ്റങ്ങളും സൊല്യൂഷൻസും ഒക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മനസ്സിലായോ? അപ്പം എക്കണോമിക്സിൽ എന്തുകൊണ്ട് നമ്മൾ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വേണ്ട അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാം. എക്കണോമിക് ഫാക്ട്സ് ഉണ്ടായിരിക്കും, അതിനെ അനലൈസ് ചെയ്യും നമ്മൾ, അതുവഴി നമ്മൾ പോളിസീസ് ഉണ്ടാക്കി
ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൊല്യൂഷൻസും കൂടെ എഴുതാം കേട്ടോ. അപ്പൊ കറക്റ്റ് ആവും. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൊല്യൂഷൻസും കൂടെ എഴുതാം. അപ്പം ഇത് പക്കയാവും കേട്ടോ. അപ്പൊ സൊല്യൂഷൻസ് കൂടെ എഴുതാം. അപ്പൊ എക്കണോമിക് ഫാക്ട്സ് അത് നമ്മൾ അനലൈസ് ചെയ്യുന്നു, പോളിസികള്, സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. അപ്പം ഈ സ്റ്റാറ്റിന്റെ ഡെഫിനിഷൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ യൂസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടേ? അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ഉണ്ട്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കളക്ഷൻ ആണ്. എന്തിന്റെ കളക്ഷൻ? നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റാറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഡേറ്റ കേട്ടോ. ഡേറ്റ വിട്ട് ഒരു കളിയില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണമെങ്കിൽ തന്നെ ഏറ്റവും ബേസിക്കലി നമുക്ക് ഡേറ്റ ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡേറ്റ കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചാൽ അത് സ്റ്റാറ്റ് ആവുമോ? ഇല്ല. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ആണെങ്കിൽ ഇത് നമുക്ക് സെക്കൻഡ് ആണ് കേട്ടോ. അനലൈസ് ചെയ്യണം, അനാലിസിസ് ആണ്. അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ അത് അനാലിസിസ് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോക്കും, അത് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, എന്താണ് ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷന്റെ കറക്റ്റ് മലയാളം എനിക്ക് ഓർമ്മ വരുന്നില്ല. വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പഠിക്കും, കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കും. നമ്മൾ പല കമ്പാരിസണും സംഭവങ്ങളും ഒക്കെ നടത്തിയിട്ട് ഓക്കെ കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നു, ഈ വർഷം ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഡേറ്റ എടുത്ത് വെച്ച് പഠിക്കും. അതിനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് കേട്ടോ. അതിനെ കീറി മുറിച്ച് നോക്കും, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കും. ആൻഡ് ഫൈനലി പ്രസന്റേഷൻ ആണ് ലാസ്റ്റത്തെ ഘട്ടമാണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഈ മറ്റേ 10th എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ഈ സ്റ്റാറ്റിന്റെ ഒരു ചാപ്റ്റർ ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു എന്നാ തോന്നുന്നത്, ഈ മാത്സിലൊക്കെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തുള്ള ബാർ ഗ്രാഫുകളൊക്കെ നമ്മൾ വരച്ചിട്ടൊക്കെ ഉള്ളത് അല്ലെ. ഇങ്ങനത്തുള്ള ബാർ ഗ്രാഫ് ഒക്കെ വരച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം നമ്മൾ ഈ കിട്ടിയ വിവരങ്ങളെയെല്ലാം ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ 4 എന്റെ കൂടെ പറയുക, 4 സ്റ്റേജുകള്. ഫസ്റ്റ് കളക്ഷൻ ആണ്. ഒരു സാധനം നമ്മൾ, അതായത് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അത് പഠിക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. മൂന്നാമതായിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, കമ്പാരിസൺ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഏറ്റവും അവസാനമായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പൈ ചാർട്ട് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ്ട് ഇങ്ങനെ ഏതെങ്കിലും കണക്കൊക്കെ കാണാൻ ഇങ്ങനെ പൈ ചാർട്ട് ഒക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ബാർ ഗ്രാഫുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷൻ, ഈ 4 കാര്യങ്ങളാണ്. ഓർക്കാലോ? കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, പ്രസന്റേഷൻ. ഓക്കെ, അത് ആ ഒരു ഘട്ടമായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഡേറ്റ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? ആദ്യം നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചു, എന്നിട്ട് നിങ്ങൾ അത് ജസ്റ്റ് നോക്കും അല്ലെ, അനലൈസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പഠിക്കും. അതിനുശേഷം നിങ്ങൾ അത് പ്രസന്റ് ചെയ്യും. നിങ്ങൾ അത് മനസ്സിലാക്കിയത് നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യും. അപ്പൊ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ എവിടൊക്കെയാണ് ഈ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇപ്പോ നിങ്ങൾക്ക് കണ്ണു അടച്ചു പറയാൻ പറ്റും മാത്സിന്റെ ഒരു ഭാഗമാണ് സത്യത്തില് സ്റ്റാറ്റ് കേട്ടോ. അല്ലാതെ നമ്മുടെ എക്കണോമിക്സുമായിട്ട് അതിന് വലിയ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി ബന്ധമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അക്കൗണ്ടൻസിയില്, എക്കണോമിക്സില്, മാനേജ്മെന്റ്, ഫിസിക്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റാറ്റ്. നമ്മൾ ഈ സ്പീഡും ഡിസ്റ്റൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ മേ ബി മറ്റേ ഗ്രാഫ് കൊണ്ടിട്ട് വരച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഫിനാൻസ്, സൈക്കോളജി, സോഷ്യോളജിയിലൊക്കെ തന്നെ നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആക്ച്വലി മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണും. ആൻഡ് വാട്ട് നോട്ട്, ഏതാണ് ഇല്ലാത്തതെന്ന് നോക്കിയാൽ മതി.
ഓക്കെ, മിക്കവാറും എല്ലാ സബ്ജക്റ്റിലും നമ്മളിപ്പോ സ്റ്റാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരും. അപ്പൊ നമ്മളൊരു വലിയൊരു 2-3 പേജ് ഒരു എസ്സേ ഇരുന്ന് വായിക്കുന്നതിലും സിമ്പിൾ ആയിട്ട് ചിലപ്പം കുറെ കണക്കുകൾ, കുറെ മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ പടം നോക്കിയാൽ, ചിലപ്പോൾ ഒരു പൈ ചാർട്ടോ ഒരു ബാർ ഗ്രാഫോ ഒക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം, നമുക്ക് ഏറ്റവും സിമ്പിൾ ആക്കി തരിക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഫൈനലി പ്രസന്റേഷൻ, ഇത്രയാണ് സ്റ്റാറ്റിനകത്ത് വരുന്നത്. വേണ്ട, ഇത് PYQ ആണ് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കാണിക്കും, ഇപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഓക്കെ, രണ്ട് രീതിയിൽ പറയാം. രണ്ട് സെൻസിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്കത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കതിനെ പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെയൊക്കെയാണ്? സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. എന്താണ് സിംഗുലർ? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ടെക്നിക്കുകൾ, ഇതിനെയാണ് നമ്മൾ സിംഗുലർ സെൻസിൽ പറയുമ്പോൾ സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. ചിലപ്പം നിങ്ങളിങ്ങനെ ഏതെങ്കിലും ഇപ്പം ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ ആള് വന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റനെയർ തരും. ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസും അതിന്റെ നേരെ കോളംസ് ഉള്ള കുറെ പേപ്പർ ഫോം പോലെ തരും. ആ ഫോം നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ, നിങ്ങളുടെ പേര് ഈ ലൈനിൽ എഴുതുക, നിങ്ങളുടെ വയസ്സ്, എന്നിട്ട് നിങ്ങളുടെ ജെൻഡർ ടിക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓരോ രീതിയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നേരിട്ട് ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും. പല തരത്തിൽ നമുക്ക് ഡേറ്റ കളക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണ്, ടെക്നിക്ക് എന്താണ്? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അയച്ചു തരും. അതിനകത്ത് ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ ഇതാണ് സിംഗുലർ സെൻസിലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ടെക്നിക്കുകൾ, ഇതൊക്കെയാണ് സിംഗുലർ സെൻസിൽ നമ്മൾ പറയുന്നത്. അങ്ങനാണെങ്കിൽ പ്ലൂറൽ സെൻസിൽ വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയാണ്. പ്ലൂറൽ സെൻസിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, അല്ലെ, നമുക്ക് എണ്ണി നോക്കാൻ പറ്റുന്ന ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ, അതാണ് പ്ലൂറലില് വരുന്നത്. അപ്പൊ സിംഗുലറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും മെത്തേഡുകളുമാണ് വരുന്നതെങ്കിൽ പ്ലൂറൽ സെൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ ആയിരിക്കും വരുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് സിംഗുലർ ആണ്, അത് മെത്തേഡ്സും ടെക്നിക്കുകളുമാണ്. രണ്ടാമത്തേത് പ്ലൂറൽ ആണ്, അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഡേറ്റയാണ്. ഇത്ര ഓക്കെ ആണോ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് സ്റ്റാർ ഒക്കെ ഇട്ട് വെച്ചിരിക്കുക, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ രണ്ട് സെൻസിലാണ് സിംഗുലറും പ്ലൂറലും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇത് നമ്മളിപ്പോ സെൻസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് 2 types ഓഫ് ഡേറ്റ ഉണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ഡേറ്റ ഉണ്ട്. ഏതൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം, എന്താണ് ക്വാണ്ടിറ്റി, എന്താണ് ക്വാളിറ്റി? ക്വാണ്ടിറ്റി, ഇപ്പം ഞാൻ പറയാണ് എന്റെ കയ്യിൽ 10 ആപ്പിൾ ഉണ്ട് എന്ന് ഞാൻ പറയാണ്, 10 ആപ്പിൾ എന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എണ്ണ, അല്ലെ, കൗണ്ടബിൾ ആണ്. ഇപ്പൊ നമ്മളില് ഗ്രാമറിലൊക്കെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗൺസ് പഠിക്കുന്ന പോലെ ഞാൻ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ആപ്പിൾസിനെ എണ്ണിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയാം എന്റെ കയ്യില് 10 ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അതെന്റെ ഒരു ക്വാളിറ്റി ആണെന്നിരിക്കട്ടെ. ഇപ്പൊ എനിക്ക് ബുദ്ധിയുണ്ട്, അപ്പൊ അതെന്റെ ഒരു ക്വാളിറ്റി ആണെന്നിരിക്കട്ടെ. ആ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് ഓക്കെ എനിക്ക് 5 ഗ്രാം ബുദ്ധിയുണ്ട്, അല്ലെ എനിക്ക് 10 ഗ്രാം ബുദ്ധിയുണ്ട്, എനിക്ക് 5 കിലോ ബുദ്ധിയുണ്ട്, അല്ലെ എന്റെ കയ്യിൽ 10 ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അപ്പൊ ഇതാണ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അളവാണ്, അല്ലെ, നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റുന്ന, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. എക്സാമിന് ചോദിച്ചതാ, ചിലപ്പോ നമ്മുടെ അടുത്ത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, അല്ലെങ്കിൽ ഡിഫൈൻ ദ 2 types ഓഫ് ഡേറ്റ എന്ന് വല്ല ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന, ഇപ്പം സാധനങ്ങളുടെ വില, അല്ലെ, പ്രൈസ്, ഹൈറ്റ്. ഇപ്പൊ നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ
നിങ്ങൾ പറയും എനിക്ക് 165 ഉണ്ട്, 171 ഉണ്ട്, അല്ലെ 158 ഉണ്ട് എന്ന് നമുക്ക് ഒരു എണ്ണം പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഹൈറ്റ് ഒരു ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഇനി നിങ്ങളുടെ അടുത്ത് വെയിറ്റ് ചോദിക്കുകയാണ്, മോളെ നിനക്ക് എത്ര വെയിറ്റ് ഉണ്ട്? എനിക്ക് 56 കിലോ, അല്ലെ 86 കിലോ, അല്ലെ 100 കിലോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ആണ് പറയുന്നത്. സോ അതിനെ നമ്മൾ വെയിറ്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആയിട്ട് പറയുന്നു. ഇനി ഇൻകം, മോളെ നിന്റെ മാസ വരുമാനം എത്ര? ഞാൻ പറയും 10,000, 20,000, 50,000, 1,00,000 എണ്ണിക്കൂടെ. അതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആണ്. ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന ചില സാധനങ്ങൾ, അതിന്റെ വില അല്ലെ, നമുക്ക് പറയാം. ഇപ്പൊ ആപ്പിളിന് എത്രയാണ് കിലോയ്ക്ക്? ഇപ്പൊ 110 ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഓറഞ്ചിന് കിലോയ്ക്ക് 200. ഇനി നമ്മുടെ വഴിയോരത്തിലൊക്കെ ഇപ്പൊ 3 കിലോയ്ക്ക് 100 രൂപയുടെ ഓറഞ്ച് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ പ്രൈസ്, അതെല്ലാം നമുക്ക് മെഷറബിൾ ആണ്, അതെല്ലാം ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ ബുദ്ധി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം, ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും, അതുപോലെ നിങ്ങളുടെ സത്യസന്ധത, ഇത് വല്ലോ എനിക്ക് ഇങ്ങനെ കിലോ കണക്കിനോ അല്ലെ എണ്ണി പറയാനോ പറ്റുമോ? ഇല്ല. സോ അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ ദ ഡേറ്റ വിച്ച് ക്യാൻ ബി മെഷറബിൾ, നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെ, അതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നും, ഇനി അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്തതിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്നും പറയാം. ഓണസ്റ്റി, ആപ്റ്റിറ്റ്യൂഡ്, ബ്യൂട്ടി, പിന്നെ നമ്മുടെ ഇന്റലിജൻസ് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം വരുന്ന. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും. റൈറ്റ് ഇനി 2 എക്സാമ്പിൾസ് ഫോർ, ഇവിടെ 2 ഇല്ല കേട്ടോ, ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഴുതി കൂടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം ഇത് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവിന്റെ ബേസിസിലാണ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് നോക്കുക കേട്ടോ, പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഓൺ ദ ബേസിസ് ഓഫ് ഹിൻസ് ഗിവൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് അവിടെ തന്നിട്ടുണ്ട്. പ്ലൂറൽ സെൻസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, സോ അതാണ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പം ബേസിക്സിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പൊ സ്റ്റാറ്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ 3 മാർക്കിനോ 4 മാർക്കിനോ പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയാലും മതി, ചോദിക്കും. അപ്പൊ ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു 2-3 ഷീറ്റ് പേപ്പറിൽ കുറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും കണക്കുകളും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുക. അപ്പൊ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് വായിച്ചെടുത്ത് അത് കോംപ്രഹെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്കത് ആരെങ്കിലും ഒരു പടത്തിലൊക്കെ വരച്ചു തന്നാൽ ഭയങ്കര എളുപ്പമായേനെ അല്ലെ. സോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ഫസ്റ്റ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ് എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ വളരെ ലഘൂകരിച്ച് തരികയാണ്, സിംപ്ലിഫൈ ചെയ്ത് തരികയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കുള്ള കാര്യങ്ങളെ, നമുക്ക് പഠിക്കാൻ പാടുള്ള കാര്യങ്ങളെ വളരെ സിമ്പിൾ ആക്കി തരികയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യത്തെ വളരെ വ്യക്തമായിട്ട്, അതുപോലെ സ്പഷ്ടമായിട്ട് അല്ലെ, ഡെഫിനറ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം. ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ എത്ര ബോയ്സും ഗേൾസും ഉണ്ടെന്ന് ചോദിച്ചാൽ ദാണ്ട് അവർ ഇങ്ങനെ ഒരു പൈ ചാർട്ട് എടുത്തിട്ട് ചിലപ്പോ ഇങ്ങനൊരു പൈ ചാർട്ട് എടുത്തിട്ട് ദാണ്ട് ഇത് ബോയ്സും ഇത് ഗേൾസും ആണെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നീ വല്ലതും മനസ്സിലാക്കാനുണ്ടോ? നമ്മൾ ഇനി ഇരുന്ന എസ്സേ വായിക്കണോ? വേണ്ട. അപ്പൊ ഇത്രയും സിമ്പിൾ ആക്കി തരും. അതുപോലെ വ്യക്തവുമാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് ഇതിലെ 60% എന്താണ് ഗേൾസ് ആണ്, അതുപോലെ ഒരു 40% ബോയ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഇനി ഒന്നും മനസ്സിലാക്കാനില്ല അല്ലെ, നമുക്ക് ക്ലിയർ ആണ് കാര്യങ്ങൾ. സോ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫംഗ്ഷൻ. അത് ഒരുമിച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഡെഫിനിറ്റ് ആണ്, പ്രിസൈസ്, ഡെഫിനിറ്റ് അതുപോലെ പ്രിസൈസ് ഫോമിലേക്ക് വളരെ വ്യക്തമായ രീതിയിൽ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ്, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ എളുപ്പമാക്കി തരുന്നു. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ സാധിക്കുന്നു. അടുത്തതാണ്, നമുക്ക് കുറെ ഡേറ്റ ഉണ്ട്, ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരുമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് തീർച്ചയായിട്ടും അവിടെ യൂസ് ചെയ്യാം അല്ലെ.
അതായത് നമ്മുടെ കയ്യിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ട്, അതിനെല്ലാം കൂടെ പഠിക്കാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരൊറ്റ ഒരു പടത്തിലോ അല്ലെ ഒരു റെപ്രസെന്റേഷനിലൂടെ കാണിക്കുമ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ കണ്ടൻസ് ചെയ്യാൻ അല്ലെ, നമുക്കുള്ള ഇൻഫർമേഷനെ എല്ലാം കൂടെ ചുരുക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു, വ്യക്തമാക്കുന്നു, ചുരുക്കുന്നു. ഇനി എന്താണ്? കമ്പാരിസൺ. ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കുള്ള ഡേറ്റകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞ വർഷം, ഇതിപ്പം 2024 25 കുട്ടികളുടെ എണ്ണമാണെന്ന് നിങ്ങളങ്ങ് മനസ്സിൽ വിചാരിച്ചോ. ഏ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടത് 2023 24 എത്ര കുട്ടികൾ, എത്ര ബോയ്സും എത്ര ഗേൾസും ഉണ്ടായിരുന്നു എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റയും കഴിഞ്ഞ വർഷത്തെ ഡേറ്റയും കൂടെ എടുത്തിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ കമ്പാരിസൺ നമ്മൾ ഈ ഡേറ്റ എല്ലാം കൂടെ പഠിച്ചിട്ട് പറ്റത്തില്ല. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു പൈ ചാർട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും, അല്ലെ? അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെന്താണ്? ടെസ്റ്റിങ്ങിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിംഗ്, അതായത് നമുക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്കൊരു പുതിയ ഒരു കാര്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒപ്പീനിയൻ ചോദിക്കാനൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളുടെ സ്കൂളില് ഒരു പുതിയ ഒരു ടീച്ചറിനെ കൊണ്ടുവരാൻ പോവാണ്. ഇപ്പോഴത്തുള്ള ടീച്ചറിന്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു ഫോം ആക്കി തരണം. എന്നിട്ട് പുതിയൊരു ടീച്ചറിനെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. അപ്പം അതെല്ലാം കൂടെ നിങ്ങളെ കൊണ്ട് ഒരു ഗൂഗിൾ ഫോമിലോ മറ്റോ ആക്കി അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ 40 കുട്ടികൾ ഇങ്ങനെ ഓക്കെ യെസ് പറഞ്ഞു, പുതിയ ടീച്ചറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, 60 പേര് പറഞ്ഞു കൊണ്ടുവരണ്ടാന്ന്. അപ്പൊ 60 പേര് മെജോറിറ്റി ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും പുതിയൊരു പരീക്ഷണം നടത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെ പുതിയൊരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഈ വോട്ട് ഇടുന്നത്, ഇലക്ഷൻ അല്ലെ, ഇലക്ഷൻ പോലത്തുള്ള സംഭവങ്ങളായാലും, അല്ലെങ്കിൽ ചിലപ്പോൾ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ കൈവെക്കാനൊക്കെ പറയത്തില്ലേ, എത്ര പേർക്ക് ഇന്ന് ടെസ്റ്റ് പേപ്പർ നടത്താം, അപ്പൊ പഠിപ്പികളെല്ലാം കൈവെക്കും. ഇനി ടെസ്റ്റ് പേപ്പർ വേണ്ടാത്തവർ കൈവെക്കാൻ പറയുമ്പോൾ പഠിക്കാത്തവരെല്ലാം കൈവെക്കും. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അതിന്റെ മെജോറിറ്റി എടുത്തിട്ടാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സ്റ്റാറ്റ് അവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് പ്രഡിക്ഷൻ. എന്താണ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാല്? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനമാണ്, അല്ലെ? നമുക്ക് നാളത്തെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഈ സ്കൂളിലെ ഗേൾസിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണെന്നുള്ള ഒരു കണക്കിലേക്ക് നമ്മൾ എത്തിയെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ അടുത്ത വർഷവും കൂടുമായിരിക്കും അടുത്ത വർഷം കൂടുതൽ കുട്ടികൾ വരാൻ പോകുന്നത് ഗേൾസ് ആയിരിക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ, അല്ലെ, പ്രവചനം നമ്മൾ നടത്തും. ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം, അല്ലെ? നാളെ ചിലപ്പം കൂടുതൽ പെൺകുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കും നാളെ ഒരു കാലത്ത് എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പം സിംപ്ലിഫൈ ചെയ്യുന്നു, വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, കമ്പയർ ചെയ്യുന്നു, പ്രഡിക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് നമുക്ക് നയങ്ങൾ ഉണ്ടാക്കാം, അല്ലെ? നമുക്ക് ഓരോ പോളിസികൾ ഉണ്ടാക്കാം. ആൾക്കാർക്ക് എവിടെയാണ് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് പോളിസികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ അതുവഴി നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അതായത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിലെ കൂടുതൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയും അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോജിക്ക് കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്തായാലും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്. യൂസസോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ഒക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ മാറ്റി മറിച്ചും ഒക്കെ ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ കൃത്യമായിട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് അത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ടെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ആ ഒരു ഡെഫിനിറ്റ്, പ്രിസൈസ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. കമ്പയർ ചെയ്യുന്നു, ടെസ്റ്റിംഗ് നടത്തുന്നു, പ്രഡിക്ഷൻ, പോളിസികൾ ഉണ്ടാക്കുന്നു, ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു 3 ടോപ്പിക്കും കൂടെ, ചെറിയ ടോപ്പിക്കും കൂടെ ഉള്ളൂ. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്കണോമിക്സിൽ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഫങ്ഷൻസ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. ഒരു പണിയില്ല. അതായത് എക്കണോമിക്സിൽ എന്തുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ
നമുക്ക് എക്കണോമിക്സുകളുടെ കയ്യിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, ഇൻഡിസ്പെൻസിബിൾ എന്നൊക്കെ പറയും, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു കണക്കാണല്ലോ. ഇപ്പം നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം കൂടിയോ കുറഞ്ഞോ, തൊഴിലില്ലായ്മ കുറഞ്ഞോ കൂടിയോ, ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണക്കുകൾ വേണം. ഈ കണക്കുകൾ നമ്മൾ മാനേജ് ചെയ്യുന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ചിട്ടല്ല, അല്ല വെറുതെ ഇങ്ങനെ കണക്ക് മാത്രം എഴുതി വെച്ചിട്ടല്ല നമ്മൾ ഇതൊന്നും ഡീൽ ചെയ്യുന്നത്. പകരം നമ്മൾ അവിടെ അത് സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ എഴുതി വെക്കുക. രണ്ടാമതായിട്ട് എക്കണോമിക് പോളിസികൾ അല്ലെ, നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കി, എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കി എക്കണോമിക് പോളിസികൾ തയ്യാറാക്കാൻ നമുക്ക് സ്റ്റാറ്റ് വേണം കേട്ടോ. നമുക്ക് സ്റ്റാറ്റ് വേണം. അപ്പൊ എക്കണോമിക് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാൻ, അത് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? സ്റ്റാറ്റ് വേണം, ഡേറ്റ വേണം. ആ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പുതിയ പുതിയ പോളിസികൾ ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. പിന്നെ എക്കണോമിക് പ്ലാനിങ് അല്ലെ, പുതിയ നയങ്ങൾ, പുതിയ പോളിസികൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കണം. അപ്പൊ അവിടെ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, ആസൂത്രണം ചെയ്യാനും നമുക്ക് ഈ പറയുന്നത് പോലെ സ്റ്റാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എക്കണോമിക് ഡേറ്റ എന്ന് പറയുമ്പോൾ അറിയാം, ഭയങ്കര ബൾക്ക് ആയിരിക്കും അല്ലെ. നമുക്ക് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ ഇൻഫർമേഷൻ ഒരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യരുത്? സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ, കണക്കുകൾ പഠിക്കാനുള്ള ഒരു തടസ്സമാവരുത്. അവിടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം. അപ്പം അത്രയും വലിയ ഡേറ്റകളെയൊക്കെ ചുരുക്കി അല്ലെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ വളരെ ചെറിയ രൂപത്തിലാക്കാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഇന്നെവിറ്റബിൾ ടൂൾ ആണെന്നുള്ള കാര്യം അല്ലെ, ഒരിക്കലും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്റ്റാറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എക്കണോമിക് പോളിസികള്, എക്കണോമിക് പ്ലാനിങ്, കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സിമ്പിൾ എക്കണോമിക് ഡേറ്റ തരുന്നു. ഇത് നിങ്ങൾക്ക് കോംപ്ലക്സ് എന്നൊന്നും ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതി അങ്ങ് വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക് ഡേറ്റ തരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക് ഡേറ്റ തരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, സോ ഇതാണ് 4 കാര്യങ്ങൾ. എന്റെ കൂടെ ഒന്നുകൂടെ പറയാം. ഇന്നവിറ്റബിൾ ടൂൾ ആണ് എക്കണോമിക് പോളിസികൾ, എക്കണോമിക് പ്ലാനിങ്, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക് ഡേറ്റ തരുന്നു. ഇത് 4ഉമാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. നാണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കണം, എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. പിന്നെ അതാണ് എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടോ. അതെല്ലാം എഴുതിക്കോണം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഫങ്ഷൻസും യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് അപ്പൊ പറയത്തക്ക ഒരു പോരായ്മയില്ലേ? അത് എല്ലാം കൊണ്ടും ഓക്കെ ആണോ? ലൈക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ ഒന്ന് ചിന്തിക്കും, എന്താ അതിന് പ്രശ്നം, അതിപ്പോ എല്ലാം ടീച്ചറെല്ലാം നല്ലതല്ലേ പറഞ്ഞേ. എന്നാൽ നല്ലത് മാത്രമല്ല, എല്ലാ സാധനത്തിനും 2 വശം ഉണ്ട് അല്ലെ, ഗുഡും ബാഡും ഉണ്ട്. ഇപ്പൊ ഒരു കോയിൻ എടുത്താലും അതിന്റെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യത്തിനും നമുക്ക് 2 വശമുണ്ട്. അപ്പൊ ഇവിടെയും തീർച്ചയായിട്ടും ലിമിറ്റേഷൻ ഉണ്ട്, ഇവിടെയും തീർച്ചയായിട്ടും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നമ്മൾ 2 types ഓഫ് ഡേറ്റയെ പറ്റി പറഞ്ഞു. 2 types ഓഫ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇതില് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. ഒരിക്കലും ക്വാളിറ്റേറ്റീവ് ഡേറ്റ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. കാരണം ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ നമുക്ക് അളക്കാൻ പറ്റത്തില്ല അല്ലെ, മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സ്റ്റാറ്റിനകത്ത് വരുന്നുള്ളൂ. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. മനസ്സിലായോ? അപ്പം എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ,
ഈ സ്ഥിതി വിവരക്കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കറക്റ്റ് മലയാളം അതാണ് കേട്ടോ, സ്ഥിതി വിവരക്കണക്ക്. അപ്പൊ ഈ സ്ഥിതി വിവരക്കണക്കിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ക്വാണ്ടിറ്റി ആയിരിക്കണം. 10 ആപ്പിള്, 20 ഓറഞ്ച്, 30 പേരയ്ക്ക, അങ്ങനെ എണ്ണമായിരിക്കണം, ക്വാണ്ടിറ്റി ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അതിനെ ഒരിക്കലും 10 ബുദ്ധി, 20 20 സത്യസന്ധത, അല്ലെ 30 ബ്യൂട്ടി, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും സ്റ്റാറ്റ് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കാര്യം അതിനകത്ത് നമ്മൾ പഠിക്കത്തില്ല. ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ കേസസ്. വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ അവിടെ പഠിക്കുന്നത്, മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പൊ ഒരു ക്ലാസിന്റെ മൊത്തത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ മൊത്തത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ഇക്കോണമി മൊത്തത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സ്റ്റാറ്റിൽ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ബേസിസിലുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിൽ പഠിക്കത്തില്ല. കാരണം സമയനഷ്ടമാണ്. ഓരോരുത്തരും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇന്നും നാളെ ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു സ്റ്റഡിക്ക് നമ്മൾ പോവാറില്ല. സ്റ്റാറ്റ് സാധാരണ നമ്മൾ അതിന് ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ടും ഈ പറയുന്ന പോലെ ഹോൾ ഇക്കോണമിയുടെ കേസ് ഒക്കെ വരുമ്പോഴാണ്. ഓക്കെ. അതുപോലെ ഒരു ആവറേജ് പറയുമ്പോൾ മാത്രമാണ് ഇത് ശരി. ഇത് കറക്റ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പക്ക ശരിയാണോ, ഇത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ വിശ്വസിക്കാം. പക്ഷെ അത് കൃത്യമാണോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. ഇതൊരു ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഇൻആക്യുറേറ്റ് ആണെന്ന് എഴുതിയാൽ മതി. ഇൻആക്യുറേറ്റ് ആണ്. അത്ര ആക്യുറസി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കറക്റ്റ് 100% ഒരു തെറ്റ് പോലും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനല്ല, തെറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ആവറേജ് ആണ് പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിക്കാനാണ് സ്റ്റാറ്റ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇതേ സ്റ്റാറ്റ് ആ ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശവും നമുക്ക് തുറന്നു തരത്തില്ല. എല്ലാ വശങ്ങളും, ആ ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കത്തില്ല. എന്തെങ്കിലും എണ്ണമോ കണക്കോ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതല്ലാതെ ഇപ്പൊ എത്ര പേര് സന്തോഷത്തോടെ ജീവിക്കുന്നു, അല്ലെ ആരൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഇങ്ങനത്തെ ഉള്ള ക്വാളിറ്റി ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറയുന്ന സ്റ്റാറ്റിലൂടെ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ദാണ്ട് ഇത് ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പോയിന്റും ഈ ഫോർത്ത് പോയിന്റും കൂടെ കണക്ട് ചെയ്യാം. അതായത് ഒരു പ്രശ്നത്തിന്റെ എല്ലാ തരത്തിലുള്ള, അതായത് ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് മാത്രമായിരിക്കും നമ്മുടെ സ്റ്റാറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ വരില്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കേസുകൾ നമ്മൾ പഠിക്കുന്നില്ല, ഒരു ആവറേജ് ആണ്, ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും മിക്കവാറും നമുക്ക് കിട്ടുന്നത്. ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇനി ഞാനൊരു വലിയൊരു ഒരു പൈ ചാർട്ടോ മറ്റോ എടുത്തിട്ട് വന്ന് നിങ്ങളെ കാണിച്ചിട്ട് പറയാണ്, ഇതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടാൽ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരു എക്സ്പേർട്ടിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പാവപ്പെട്ടവനും അത് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു സാധാരണക്കാരന്റെ കൈ കൊണ്ട് കൊടുത്താല് ചിലപ്പോൾ അവൻ നോക്കിയിട്ട് പറയാം, ആഹാ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മുടെ കൈ തിരിച്ചു തരും. അപ്പൊ ഈ എക്സ്പേർട്ടുകൾക്ക് മാത്രമായിരിക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ ഇത് കളക്ട് ചെയ്യണം, ഇതിന്റെ പ്രോസസ്സുകൾ, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് ഒരു എക്സ്പേർട്ടിന് മാത്രമായിരിക്കും. അതുപോലെ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതും ഒരു എക്സ്പേർട്ടിന് മാത്രമായിരിക്കും. മനസ്സിലായോ? അപ്പൊ സ്റ്റാറ്റിന്റെ പ്രശ്നങ്ങൾ, സ്റ്റാറ്റിന് തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്, അതുപോലെ ദോഷങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റിയുടെ പ്രശ്നം അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ അതിനകത്ത് നമ്മൾ എടുക്കുന്നുള്ളൂ, ഇൻഡിവിജ്വൽ കേസസ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നില്ല. ഒരു ആവറേജ് ബേസിസിലായിരിക്കും പഠിക്കുന്നത്. എന്നാൽ നമുക്ക് മുഴുവനായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. ഒരു പ്രശ്നത്തെ കുറിച്ച് നമുക്ക് മുഴുവനായിട്ടും പഠിക്കാനും പറ്റത്തില്ല. എക്സ്പേർട്ടിന് മാത്രമേ അതിനകത്ത് മെത്തേഡ്സും സംഭവങ്ങളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ. ഇത് ലിമിറ്റേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനി നമുക്ക് ചോദിക്കാമല്ലോ. ഡിഫൈൻ ദ ലിമിറ്റേഷൻസ് ഓഫ്, അല്ലെ ഇലാബറേറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകളും കുറച്ചൊന്ന് ഡിഫൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇൻഡിവിജ്വൽ കേസിന്റെ കാര്യം പറയാം, ഒരു ആവറേജ് ബേസിൽ മാത്രമാണ് ഇത് കറക്റ്റ്, ഇതിന്റെ റിസൾട്ട്സ് കറക്റ്റ് ആവുന്നത്, അല്ലാതെ പക്കയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രശ്നത്തിന്റെ എല്ലാ ഭാഗവും ഇത് കവറപ്പ് ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. എക്സ്പേർട്ടിന് മാത്രമേ ഇതിനകത്ത്
രീതികളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു എന്താണ് എല്ലാവരും അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കാത്തത് എന്നുള്ളതും ഒരു പ്രശ്നമാണ് അല്ലേ? ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സ്റ്റാറ്റ് തന്നെ എന്താണ് നമുക്കിപ്പം ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അവരെല്ലാം ചെയ്തത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് അവർക്ക് പുറത്തു വിടാം. ഇപ്പം ഹെൽത്ത് സെക്ടറിൽ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി, എഡ്യൂക്കേഷനിൽ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ കാര്യങ്ങൾ എന്താണ് അവർക്ക് ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ എന്താണ് SP എന്ന് പറയത്തില്ലേ, സ്വയം പുകഴ്ത്തി ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാക്കാം. അപ്പൊ അത് തന്നെ ഇപ്പം സ്റ്റാറ്റ് എവിടെങ്കിലും കണ്ടാൽ തന്നെ നമുക്ക് തോന്നും, ഓ ഇതെല്ലാം കള്ളന്മാരുണ്ടാക്കിയ സ്റ്റാറ്റ് ആയിരിക്കും അല്ലെ, ഇത് ഇങ്ങനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം ട്രസ്റ്റ് ഇല്ല, ആൾക്കാർക്കൊന്നും അത്ര അങ്ങോട്ട് വിശ്വാസം ഇല്ല ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ വളച്ചൊടിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ അത് നല്ലതിനും ചീത്തയ്ക്കും വേണ്ടിയിട്ട് അത് ഒരുപോലെ അപ്പം അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ പലരും അത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ അത് വളച്ചൊടിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ ആ പഴയ കോൺഫിഡൻസ് ഉണ്ടോ, ഇതിനകത്ത് ആ പഴയ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് കേട്ടോ. സ്റ്റാറ്റിനെ പണ്ടത്തെ പോലെ ഒന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ല. കാരണം സ്റ്റാറ്റ് പറയുന്ന മുക്കാൽ കാര്യങ്ങളും ഇപ്പൊ കള്ളത്തരമാണ്. അപ്പൊ ആൾക്കാർ സ്വാഭാവികമായിട്ടും അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അപ്പൊ അതും വേണമെങ്കിൽ നമുക്ക് ലിമിറ്റേഷനിൽ എഴുതാം കേട്ടോ. അതായത് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു ഉള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതായത് ചില ആൾക്കാർ അത് ചീത്തയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. കാരണം അതിന് എന്തൊരു കാര്യത്തെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കണക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറ്റാം. അതുകൊണ്ട് തന്നെ അത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഡിസ്ട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു വിശ്വാസമില്ലായ്മ. ആൾക്കാർ പലരും ഇപ്പോ സ്റ്റാറ്റിനെ വിശ്വസിക്കുന്നില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ ഇന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് തരാം. ആദ്യം നമ്മൾ പറഞ്ഞത് എക്കണോമിക്സിൽ എന്തുകൊണ്ട് നമ്മൾ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നു. എക്കണോമിക് ഡേറ്റ ഉണ്ട്, അത് വെച്ച് നമ്മൾ പോളിസികൾ ഉണ്ടാക്കുന്നു. ആ പോളിസികൾ വെച്ചിട്ട് നമ്മൾ എക്കണോമിക് പ്രോബ്ലംസിന് പരിഹാരം കാണുന്നു. അതുപോലെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ അതുപോലെ പ്രസന്റേഷൻ. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം, സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും. സിംഗുലർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ മെത്തേഡ്സും ടെക്നിക്സും ആണ് ഉദ്ദേശിക്കുന്നത്. പ്ലൂറൽ എന്ന് പറയുമ്പോൾ, ബഹുവചനത്തിൽ പറയുമ്പോൾ അത് ആ ഇൻഫർമേഷൻ ആണ് കേട്ടോ. ആ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്വാണ്ടിറ്റി ആയിരിക്കും പറയുന്നത്, എണ്ണാൻ പറ്റുന്നതായിരിക്കും, എണ്ണാൻ പറ്റാത്തതായിരിക്കും ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ നമ്മൾ പറയുന്നത്. ഫങ്ഷൻസ് പഠിച്ചു. അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. അതിന്റെ പ്രോബ്ലംസ് എന്നോ അതിന്റെ ലിമിറ്റേഷൻസ് എന്നോ ഡിസഡ്വാൻറ്റേജസ് എന്നോ ഡീമെറിറ്റ്സ് എന്നോ ചോദിച്ചാലൊക്കെ നിങ്ങൾ ഇതേ കാര്യങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ, ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് അതിനോടുള്ള വിശ്വാസം പോകാൻ കാരണം എന്താണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക. നല്ലതിനും ചീത്തയ്ക്കും വേണ്ടിയിട്ട് ഇപ്പോ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് റിവിഷൻ ടൈമിൽ ചെയ്യാം കേട്ടോ. ഇതല്ലാതെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് നമുക്കൊരു ½ ഒരു ക്ലാസ് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. നോട്ടിന്റെ കൂടെ തന്നെ ടെക്സ്റ്റ് വായിച്ച് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആഡ് ഓൺ ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.